You should do, you can multitask. എനിക്കിത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. There are people who are passionate about spending their days in Goa. പോയിട്ട് 3 കൊല്ലം ഇപ്പൊ ബോധമില്ല. അവന്റെ അഡ്രസ് ചോദിച്ചാൽ അവന് പറയാറുണ്ട്. ദേഷ്യം പേടി കൂടിപ്പോയാലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതേപോലെ എക്സൈറ്റ്മെന്റ് കൂടിപ്പോയാലും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. സാറിന് മത്തങ്ങയാണോ കുമ്പളങ്ങയാണോ ഇഷ്ടം? ഈ രണ്ടും നല്ലതാണ്. അല്ല, എന്നാലും കൂടുതൽ മഞ്ഞ കളർ മത്തങ്ങ. എനിക്കും മത്തങ്ങ ഇഷ്ടം. എനിക്ക് മത്തങ്ങ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മത്തങ്ങ ഇപ്പൊ കൃഷി ചെയ്താ അത് എനിക്ക് ഗുണം ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മത്തങ്ങ മാറ്റി കുമ്പളങ്ങ കൃഷി ചെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ല, ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളായി. ഞാൻ വലിയ വീട് വെച്ചു, കാറ് വാങ്ങി. അപ്പോൾ സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ ഭയങ്കര സക്സസ്സാണ്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കിഷ്ടപ്പെട്ട മത്തങ്ങ ഒരെണ്ണം പോലും കൃഷി ചെയ്തില്ലെന്നോ ഉള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡാൻസ് ചെയ്യാനും ആക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ ഡാൻസർ ആയാൽ തന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്ന അത്ര സക്സസ് ആവാൻ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ സൊസൈറ്റി എന്നെ അംഗീകരിക്കുമോ എന്നുള്ള ഒരു ഭയവും പേടിയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാഷൻ വിട്ടിട്ട് പ്രൊഫഷണൽ പോയി ലൈഫ് സക്സസ് ആക്കണോ, അതോ അത് വിട്ട് പാഷനിൽ വന്നിട്ട് ലൈഫ് ഹാപ്പി ആക്കണോ സാർ? പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കല്ല. ലീഡർ എന്ന് പറഞ്ഞതും നല്ല വാക്കൊന്നുമല്ല. ലീഡർ എന്ന് പറഞ്ഞാൽ നല്ല വാക്കാണ്. ഹിറ്റ്ലർ ലീഡറായിരുന്നു അല്ലെങ്കിൽ സാധാരണ സോൾജർ ആയിരുന്നു? ലീഡറായിരുന്നു. ലീഡർ എന്ന് പറഞ്ഞാൽ നല്ല വാക്കായിരിക്കണം എന്നില്ല. നിങ്ങൾ എന്തിൻ്റെ ലീഡർ എന്ന് അറിയണം. അതാണ് ഐ വോണ്ട് ടു ബിക്കം എ ലീഡർ എന്നല്ല. ആർ യു എ ലീഡർ ഫോർ ദ റൈറ്റ് കോസ്, റൈറ്റ് പീപ്പിൾ വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്? അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പാഷൻ റോങ് പ്ലേസിൽ പോയി കിടക്കും. There are drug addicts who are passionate about drugs. There are people who are passionate about spending their days in Goa. എന്താണ്? ഗോവയിൽ പോയി ഇങ്ങനെ ജീവിക്കുക. ഇങ്ങനെ പോയിട്ട് 3 കൊല്ലം ഇപ്പൊ ബോധമില്ല. അവന്റെ അഡ്രസ് ചോദിച്ചാൽ അവന് പറയാറുണ്ട്. കളിയാക്കി പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ വരും സാറേ. അപ്പം ഞാൻ ജയിലിൽ പോവും, സ്ഥിരം പോകുന്ന ആളാണ്. അറ്റൻഡൻ്റല്ല, അവിടുത്തെ ആൾക്കാരെ സംസാരിക്കാൻ. കാരണം നമ്മളെക്കാട്ടും നല്ല ആൾക്കാർ അവിടെ കുറേ പേര് കിടപ്പുണ്ട്. അപ്പം ഞാൻ ചിലവരത്തൊക്കെ ചോദിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയും. ഞാൻ പറയും, നീ ഇത്രയും നല്ല പയ്യൻ, നീ എന്താണ് തെറ്റ് ചെയ്തതെന്ന്. അവൻ പറഞ്ഞു, ആ നേരത്ത് അത് ഒലക്കയാണെന്നും അത് തലയാണെന്നും അറിഞ്ഞില്ല സാറേ. ഇത് ആ നേരത്തിൽ ഇത് ഒലക്കയാണെന്നും അത് തലയാണെന്നും അറിഞ്ഞില്ല. അവൻ കോടതിയിൽ പോയി ചോദിച്ചെന്താണെന്നറിയോ, എന്നെ ഒന്ന് തൂക്കിലിട്ട് കൊല്ലണമെന്ന്. കാരണം അവൻ കൊന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ്. ആ നേരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ബാലൻസ് സോണിൽ നമ്മൾ ദേഷ്യം പേടി കൂടിപ്പോയാലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതേപോലെ എക്സൈറ്റ്മെന്റ് കൂടിപ്പോയാലും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഈ പ്രായത്ത് എക്സൈറ്റ്മെന്റ് ഓറിയന്റഡ് മിസ്റ്റേക്സ് ആൻഡ് ബ്ലണ്ടേഴ്സ് യു വിൽ ഡു എ ലോട്ട്. അതിനെ പാഷൻ എന്ന് പറഞ്ഞ് മാറ്റിക്കളയരുത്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫീൽഡിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കണം. എത്ര വേക്കൻസി ഉണ്ട്? ഇപ്പോൾ പോയവരെല്ലാം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എത്ര പേര് അവിടെ പോയിട്ട് സക്സസ് ആയി എന്നൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് എടുക്കണം. When I was running my shop, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു, ചെറിയ തുണിക്കട, ടൈലറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത്രയല്ലോ കട, അത് ഗോവിന്ദനറിയാം. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ വരും. ഈ കടയ്ക്കകത്ത് 10 പേര് വന്നാൽ നിൽക്കാൻ സ്ഥലമില്ല. അതായിരുന്നു എൻ്റെ കട. ഞാൻ ട്രെയിനറായപ്പോൾ ആ കട വിട്ടില്ല. ആ കട നടന്നുകൊണ്ടിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ്, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു പാരന്റ്, അന്ന് കാലത്ത് എൻ്റെ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന പോലെ എൻ്റെ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. അത് ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വേണ്ടിയായിരുന്നു. എന്തിനാണ്? ക്യാമ്പസ് ഇൻ്റർവ്യൂ സ്റ്റുഡൻസിന് വേണ്ടി. മൊത്തം കോളേജ്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തറയിലൊക്കെ വന്നിരിക്കും, അവർ അവിടെയൊക്കെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ മൊത്തം ക്രൗഡിൽ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്നു. ഒരു 2 hour ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്നു. അപ്പോൾ ഈവനിങ് കടയിൽ വന്നപ്പോൾ എൻ്റെ സ്റ്റാഫ് വന്നില്ല. അപ്പോൾ ഒരു പയ്യൻ കാക്കി യൂണിഫോമിന് വന്നു. എഞ്ചിനീയറിംഗ് കോളേജിലാണ് വന്നിരിക്കുന്നത്. അവൻ ഇങ്ങനെ വന്ന് കാക്കി യൂണിഫോം എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു കാക്കി യൂണിഫോം. അപ്പോൾ പയ്യനില്ലാത്തതുകൊണ്ട് ഞാൻ പോയി മെഷർമെൻറ്റ് ടേപ്പ് എടുത്ത് ഞാനിങ്ങനെ അളന്ന് കൈ ഇങ്ങനെ കാലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ ഒറ്റ ഉണ്ട് മാണി സാറുണ്ട്. അവൻ അപ്പോൾ അറിഞ്ഞത്, അവൻ കാറിൽ മൊത്തം എന്നെ പറ്റി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി ക്ലാസ്സാണ്, നല്ല ക്ലാസ്സാണ്, സൂപ്പർ ക്ലാസ്സാണ്, ആൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ. ഇവിടെ ഞാൻ അവൻ്റെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ ടേപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ ഉന്തി, അവൻ പേടിച്ചിട്ട് അവൻ മാണി സാറല്ലേ. ഞാൻ പറഞ്ഞാണ് മാണി സാറാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിൻ്റെ അളവെടുക്കുന്ന പ്രശ്നമില്ല. ഇല്ല സാർ എടുക്കണ വേറെ. ഞാൻ പറഞ്ഞു, അങ്ങനെ മോശമായ തൊഴിൽ നിനക്ക് വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് മോശപ്പെട്ട തൊഴിൽ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ കാണും. എന്താണ്? ഞാൻ ഇവിടെ തന്നെ കാണും എന്നാൽ ഞാൻ കൂളായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരപ്പം നെട്ടിപ്പോയി. കാരണം ഞാൻ വെരി വെരി വെരി
ക്ലിയർ ദാറ്റ് ഞാൻ എൻ്റെ പാഷൻ അതായിരുന്നാലും ഞാൻ ചെയ്യുന്ന തൊഴിൽ ഞാൻ വിട്ടൊന്നും കൊടുത്തില്ല. അല്ലാതെ എല്ലാം കളഞ്ഞിട്ടല്ല പുറകെ നടക്കുന്നത്. യു ഷുഡ് ഡു, യു ക്യാൻ മൾട്ടി ടാസ്ക്. എനിക്കിത് ഫ്യൂച്ചറിസ്റ്റിക് ആണോ നമ്മളെല്ലാം ചോദിക്കണം. ചോദിച്ചിട്ട് യെസ് എന്ന് ആണെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് എൻ്റെ പുറകെ പോകരുത്. അതും നോക്കാം, ഇതും നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.